ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനാണ് നാസർ മാനുക്ക. ഈ നാസർ മാനുക്കാൻ്റെ ഒരു വീഡിയോ, നാസർ മാനുക്ക ഏറനാടുള്ള BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നൊരു വീഡിയോ. ഞാൻ ആദ്യം കരുതി AI ആയിരിക്കും. നാസർ മാനുക്ക അങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം നാസർ മാനുക്ക ഒരു ചാരിറ്റി പ്രവർത്തകനാണ്, എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അതും BJPയുടെ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുമോ? നോക്കുമ്പോൾ AI അല്ല, സംഗതി കറക്റ്റ് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞൊരു ന്യായീകരണം കേട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ താല്പര്യം പോയി. അദ്ദേഹം പറയാൻ അദ്ദേഹത്തിൻ്റെ മകൻക്ക് എന്തോ അസുഖം പറ്റിയിട്ട് വിളിച്ച് സഹായിച്ച ഒരാളാണ്, എപ്പോഴും വിളിച്ച് അന്വേഷിച്ച ഒരാളാണ്. അതുകൊണ്ടാണോ ഒരു BJP നേതാവിന് വേണ്ടിയിട്ടൊരു ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത്? നാസർ മാനുക്ക, നിങ്ങൾ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. നിങ്ങൾ ചെയ്യുന്നത് മഹാ അബദ്ധമാണ്. അതായത് എന്താണ് BJP? നമുക്ക് ഓരോ രാഷ്ട്രീയം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഞാനെന്നൊരു ഓരോ മനുഷ്യർക്കും ഉണ്ടാകും ഓരോരോ സുഹൃത്തുക്കൾ. അതിൽ BJPക്കാരും RSSകാരും പല ജാതിക്കാരുണ്ടാവും. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നാസർ മാനുക്ക നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക, വളരെ വൃത്തികെട്ടൊരു കാര്യം അതിന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അയാളെ ന്യായീകരണ വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയി. പല ചോദിക്കുന്നുണ്ട്, അയാൾ കോൺഗ്രസിൻ്റെ വേദി പോയ കോൺഗ്രസ് ആവോ, മാർക്സിസ്റ്റുകാരുടെ വേദി പോയ മാർക്സിസ്റ്റ് ആവോ? അതൊക്കെ ശരിയാണ്, അതൊക്കെ പോയിക്കോളി. അതേപോലത്തെ ഒരു പാർട്ടിയാണോ BJP? ഉത്തരേന്ത്യയിലൊക്കെ കുറേ മുസ്ലിങ്ങളെ BJPയുടെ ഷാൾ അണിയിച്ചിട്ട് എന്താ പറയുക, മുല്ലമാരെ വരെ, മുസ്ലിം മതപണ്ഡിതന്മാരെ വരെ, ഇന്ത്യയിൽ സൂഫികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കൂട്ടക്കാരെ വരെ കൂടെ കൂട്ടുന്നവരാണ് വരും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു BJP നോർമലൈസ് ചെയ്യുന്നത് അത് ശരിയാണോ? അത് ശരിക്കുള്ള രാഷ്ട്രീയമാണോ? സത്യം പറഞ്ഞാൽ ആറാട്ടണം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ സിനിമയിലൊക്കെ റിവ്യൂ പറഞ്ഞിട്ട് നാട്ടിലും തല്ലുവാങ്ങുന്ന ഒരാളാണ്. അയാളെ പോലും രാഷ്ട്രീയ ബോധം നിങ്ങൾക്കില്ലേ? നമ്മുടെ നാട്ടിലെ ചില മതപണ്ഡിതന്മാർക്കില്ലാത്ത രാഷ്ട്രീയ ബോധം ആറാട്ടണ്ണനുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറാൻ ഒരു ഭീകരരാഷ്ട്രമല്ല, ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണ്. അതായത് കൃത്യമായി പൊളിറ്റിക്സ് പറയുന്ന ഒരാൾ. നാസർ മാനുക്ക നിങ്ങൾ അതിൽ പോയിട്ട് ന്യായീകരിക്കുക. നിങ്ങൾ ആ ന്യായീകരണം ഒന്ന് കണ്ടോ? അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ BJPന്റെ കാര്യപ്പെട്ട നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ നന്മ ചെയ്യുന്നിടത്ത് ജാതി മാത്രം രാഷ്ട്രീയമൊന്നുമില്ല. അപ്പൊ നമ്മളെ മോന്റെ ഒരു അപകടം പറ്റിയപ്പോൾ അതിന് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടനൊക്കെ എന്താ മോനോ പൈസ വേണ്ട, മേലാറ്റുള്ള പഞ്ചായത്ത് സെക്രട്ടറിനെ ചീത്തറിഞ്ഞു, അയാളെ എന്തോ വാക്കേറ്റുണ്ടായി പറഞ്ഞിട്ട് കേസായിട്ട് ലത്തീഫ് ഖാന് ജാമ്യം എടുക്കാൻ വേണ്ടി ഒരു പെരിന്തൽമണ്ണ കോടതിയിൽ പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ മിക്കവാറും 99% ജാമ്യം കിട്ടും. അവിടുന്ന് ഏതായാലും അഡ്വക്കേറ്റ് പ്രകാശ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണണം. അവിടുന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനജ് പോലെ ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് അന്നേറ്റ് ഇതൊന്നും വില പോകുന്നൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് മഹാ അബദ്ധമാണ്. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ BJPയുടെ പൊളിറ്റിക്കൽ അജണ്ട എന്താണ്? ഇപ്പോൾ ഇവിടുത്തെ BJPയുടെ ഒരു നേതാവാണ് ഗുരുവായൂർ മത്സരിക്കണ ഗോപാലകൃഷ്ണൻ. ഇയാൾ അവിടുത്തെ മതം പറഞ്ഞിട്ടാണ് അവിടെ ഇതിനു മുമ്പുള്ള എല്ലാ സ്ഥാനങ്ങളും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ആർക്കും ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം, ഇതാണ് ഇവരുടെ അജണ്ട. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുക. വോട്ട് ചോദിച്ചത് തെറ്റാണ്, ഞാനൊരു സുഹൃത്തായിപ്പോയി എന്ന് പറയല്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാം. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്?
നിങ്ങൾ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ നിങ്ങളെ മനുഷ്യരെ സഹായിക്കുക? ഇനിയിപ്പോൾ ഇ ഡിയെ പേടിച്ചിട്ടാണോ? നിങ്ങൾക്ക് കുറേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇ ഡിയെ പേടിച്ചിട്ടാണോ? എന്തായാലും നിങ്ങൾ മാർക്സിസ്റ്റുകാരുടെ വേദിയിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ വേദിയിലോ പോണ പോലെയല്ല. ഇത് വളരെ മോശമായിപ്പോയി. ഏതായാലും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇത്തരം കുറേ ചാരിറ്റിക്കാരുണ്ട്. ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ എൻ്റെ നാടിനടുത്ത്, അതായത് തവനൂർ, എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ തവനൂരാണ്. തവനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നില്ല. കാരണം അദ്ദേഹം ഒരു ജനകീയനായ ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അതിനൊരു പ്രശ്നം ഇതിന് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചപ്പോഴുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നാണം ചടങ്ങ് ഉൾപ്പില്ലേ നാസർമാൻ കുറേ സലാമും പറഞ്ഞിട്ട് ആൾക്കാരെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ മാപ്പിളാരെ പോയി വീഴും. ഇതെന്താ വിഷയം വെച്ചാൽ ഇതിന് നോർമലൈസ് ചെയ്യാണ്. ഈ ചാണക പാർട്ടികൾ നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ അങ്ങനെ കുറേ മുല്ലമാരും കുറേ മൗലാനിമാരും കാണാം. അവർ എന്താ BJP ആയാലും എന്താ കുഴപ്പമുള്ളത്? BJP ആയ കുഴപ്പമുണ്ട്. പശുയിറച്ചി കൈവശം വെച്ച് അതിന് തല്ലിക്കൊല്ലുന്ന ഒരു പാർട്ടിയാണ് BJP. ഇങ്ങനെ അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. അവർക്ക് മുസ്ലിങ്ങൾ കനത്ത മുസ്ലിം വിരോധമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളൊരു വ്യക്തിക്ക് അയാളെന്തോ സഹായിച്ചു എന്ന് അയാളെ പ്രത്യയശാസ്ത്രങ്ങൾ നോക്കിയും അയാൾ ആ വ്യക്തിയുടെ കുട്ടിയെ കല്യാണത്തിന് പോയിക്കോളിയും അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടിക്കും പോയിക്കോളി, അല്ലെങ്കിൽ അയാളെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ, അതുപോലെയാണ് ഒരു തിരഞ്ഞെടുപ്പ്. എന്തായാലും ഒളിപ്പില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യാം. എന്തായാലും വളരെ മോശമായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം.